Good morning students, welcome to this video. Next topic is Zener diode as voltage regulator. Zener diode നമുക്ക് voltage regulator ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. Okay, what is voltage regulator? വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് കിട്ടാൻ സഹായിക്കുന്നതാണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വോൾട്ടേജ് റെഗുലേറ്റർ ഗീവ്സ് കോൺസ്റ്റന്റ് വോൾട്ടേജ് അറ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് വരുന്ന സർക്യൂട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ നമുക്ക് ഈ സെനർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പലപ്പോഴും നമുക്ക് വോൾട്ടേജ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇതൊരു പവർ സപ്ലൈ ആണ്. ഓക്കെ, പവർ സപ്ലൈ എന്നാണ് സാധാരണ നമ്മൾ ലാബിലൊക്കെ എക്സ്പെരിമെന്റിന് വേണ്ടി വോൾട്ടേജ് എടുക്കുന്നത്. ഓക്കെ, ഇതൊരു അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ അതിന്റെ വോൾട്ടേജ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. വോൾട്ടേജ് വേരി ചെയ്യും, ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും. നമുക്ക് ഈ ലോഡിലേക്ക് കൊടുക്കാൻ വേണ്ട വോൾട്ടേജ് എന്താണ്? കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന വോൾട്ടേജ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന വോൾട്ടേജ് സോഴ്സിൽ നിന്ന് കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യും. നമുക്ക് ഈ സെനർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന വോൾട്ടേജിൽ നിന്നും കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടി നമുക്ക് സെനർ ഡയോഡിനെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് റെഗുലേറ്റർ. നമുക്കപ്പോൾ വി ക്യാൻ യൂസ് ദിസ് സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. A Zener diode can be used as a voltage regulator to provide constant voltage from a source whose voltage may vary. ഇപ്പോൾ ഈ പവർ സപ്ലൈയുടെ വോൾട്ടേജ് കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നമുക്ക് ലോഡിലേക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ലോഡിന് എപ്പോഴും വേണ്ടത് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ഇപ്പൊ ലോഡിന് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് ആയിട്ട് ഏകദേശം 4 വോൾട്ട് വേണമെന്ന് വെച്ചു. പവർ സപ്ലൈന്ന് കിട്ടുന്ന വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് 2 ആകും, 3 ആകും, ചിലപ്പോൾ 5 ആകും, 6 ആകും. പക്ഷെ ലോഡിന് എപ്പോഴും കോൺസ്റ്റന്റ് വോൾട്ടേജ് വേണം, 4 തന്നെ വേണം. അപ്പോൾ ഈ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ സപ്ലൈയിൽ നിന്ന് കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും? വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യും. അങ്ങനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് നമുക്ക് സെനർ ഡയോഡിനെ യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, this circuit represents Zener diode as voltage regulator. അപ്പോൾ ഈ സർക്യൂട്ട് സൂചിപ്പിക്കുന്നത് സെനർ ഡയോഡിനെ എങ്ങനെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഈ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ സർക്യൂട്ടിലെ കണക്ഷൻ നോക്കുക. ഇതാണ് പവർ സപ്ലൈ. ഇതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്കി മാറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്. സെനർ ഡയോഡ് ആണ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ RS എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ RS എന്ന് പറഞ്ഞാൽ സീരീസ് റെസിസ്റ്റർ ആണ്. റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പവർ സപ്ലൈക്ക് പാരലൽ ആയിട്ട് ഒരു സെനർ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ടിൽ ഒരു ലോഡ് റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പവർ സപ്ലൈക്ക് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെനർ ഡയോഡും ലോഡ് റെസിസ്റ്ററും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് ശ്രദ്ധിച്ചാൽ ഈ റെഗുലേറ്റഡ് പവർ സപ്ലൈ ഇതാണ്. ഈ സപ്ലൈയുടെ വോൾട്ടേജ് ആണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ എ റെസിസ്റ്റർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഇൻപുട്ട് വോൾട്ടേജ്. ഈ പവർ സപ്ലൈക്ക് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തപ്പോൾ RS എന്നൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തപ്പോൾ ഇവിടെ സെനർ ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ലോഡ്. ലോഡിന് പാരലൽ ആയിട്ട് സെനർ ഡയോഡ് കണക്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഇതിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യുന്ന, അതായത് വേരിയിങ് ആയിട്ടുള്ള വോൾട്ടേജ് ഉള്ള പവർ സപ്ലൈക്ക്
സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ RS കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെസിസ്റ്റർ RS is connected in series with this power supply. Okay, then Zener diode is connected in parallel with load resistor. Okay, അപ്പോൾ Zener diode ഈ ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ട് ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെസിസ്റ്ററുടെ പവർ സപ്ലൈക്ക് സീരീസ് ആയിട്ടും Zener diode ലോഡിന് പാരലൽ ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ Zener diode എങ്ങനെയാണ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്? Zener diode പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അതായത് ബ്രേക്ക് ഡൗണിൽ എത്തുമ്പോൾ ഇറ്റ്സ് വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റന്റ്. Zener diode ബ്രേക്ക് ഡൗണിൽ എത്തുമ്പോൾ അതിന്റെ വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ആ ഗ്രാഫിലൊക്കെ കഴിഞ്ഞ വീഡിയോ ഒരു ഗ്രാഫിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ VI കാര എടുക്കുമ്പോൾ അല്ലെങ്കിൽ റിവേഴ്സ് കാര എടുക്കുമ്പോൾ കറണ്ട് കൂടുമ്പോഴും അവിടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ വിളിക്കുന്ന പേര് Zener വോൾട്ടേജ് എന്നാണ്. ആ Zener വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, Zener diode ബ്രേക്ക് ഡൗണിൽ എത്തുമ്പോൾ കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്താലും വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റന്റ്. ആ പ്രോപ്പർട്ടിയാണ് Zener diode വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ Zener diode പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Zener diode ബ്രേക്ക് ഡൗണിൽ എത്തുമ്പോൾ അതിന്റെ വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ദിസ് വോൾട്ടേജ് റെഗുലേറ്റർ യൂസസ് the property of a Zener diode that when the breakdown is reached, voltage remains constant. Zener diode breakdown എത്തുമ്പോൾ അതിന്റെ വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക. ഇനി ഇവിടുത്തെ ഈ പവർ സപ്ലൈയുടെ വോൾട്ടേജ് പലപ്പോഴും വേരി ചെയ്യും. ഓക്കെ, പവർ സപ്ലൈയുടെ വോൾട്ടേജ് പലപ്പോഴും കൂടും. ഓക്കെ, ഈ പവർ സപ്ലൈയുടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ Zener diode വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ അതിന്റെ കറണ്ട് വേരി ചെയ്യാം, കറണ്ട് കൂടും. പക്ഷേ Zener diode വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ കറണ്ട് ഇവിടെ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഈ Zener diode വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ആ വോൾട്ടേജ് നമ്മൾ പേര് പറയും Zener വോൾട്ടേജ് എന്നാണ് പറയുന്നത്. Zener വോൾട്ടേജ്, Zener വോൾട്ടേജ്, Zener വോൾട്ടേജ് എന്നാണ് പറയുന്നത്. Zener വോൾട്ടേജ് അതിന്റെ സിമ്പല് VZ ആണ്. ഓക്കെ, അപ്പോൾ ഈ പവർ സപ്ലൈ എന്നുള്ള ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് വേണമെങ്കിൽ ഷാർപ്പായിട്ട് കൂടും Zener വോൾട്ടേജിന്റെ. പക്ഷേ Zener വോൾട്ടേജ് അതായത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് VZ എന്ന് പറയുന്ന Zener വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് Zenerന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മുകളിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഉദാഹരണം പറയാം. Zenerന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 4 ആണ്. 4 എന്ന് വെച്ചോ. ഈ പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് 10 ആയി. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കുക, ഈ പവർ സപ്ലൈയുടെ വോൾട്ടേജ് Zenerന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മുകളിൽ പോയി 10. Zenerന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അതായത് Zener വോൾട്ടേജ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, പക്ഷെ അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ Zenerന്റെ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഔട്ട്പുട്ടിന് കിട്ടുന്ന വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. പവർ സപ്ലൈയുടെ വോൾട്ടേജ് 10 ആയാലും 12 ആയാലും 8 ആയാലും 9 ആയാലും ഈ Zenerന്റെ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ആ വോൾട്ടേജ് പറയുന്ന പേരാണ് Zener വോൾട്ടേജ് VZ. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈയുടെ വോൾട്ടേജ് എത്ര ചേഞ്ച് ചെയ്താലും Zenerന്റെ വോൾട്ടേജ് മാറത്തില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 10 ആയി, സെലറിന്റെ വോൾട്ടേജ് 4, ബാക്കി 6 വോൾട്ട് എവിടെ പോകും? ബാക്കി 6 വോൾട്ട് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും. RS എന്ന് പറഞ്ഞ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും. ഇപ്പോൾ പവർ സപ്ലൈയുടെ വോൾട്ടേജ് 10 ആണ്. സെലറിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, അതായത് സെലർ വോൾട്ടേജ് തന്നെയായിരിക്കും. അത് 4 ആണ്. ബാക്കി 6 വോൾട്ട് എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി 6 വോൾട്ട് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും. എവിടെ വരും? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും. ഓക്കെ, അതായത് ഞാൻ ഈ 10ന് പകരം പവർ സപ്ലൈയുടെ വോൾട്ടേജ് VA എന്ന് വെക്കുക. ഓക്കെ, സെലറിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, അതായത് സെലർ വോൾട്ടേജ് VZ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ബാറ്ററിയുടെ വോൾട്ടേജ് പവർ സപ്ലൈയുടെ വോൾട്ടേജ് ആയ VZ മുകളിൽ പോയി. അതായത് പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് വളരെയധികം കൂടി, സെലർ വോൾട്ടേജിനേക്കാൾ വളരെയധികം കൂടി. ഓക്കെ, ഞാൻ നേരത്തെ ഉള്ള ഉദാഹരണത്തിൽ പറഞ്ഞു സെലറിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, സെലർ വോൾട്ടേജ് എന്നുള്ളത് 4 ആണെങ്കിൽ ഇതിപ്പോൾ 10 ആയി. ഇപ്പോൾ ബാക്കി വരുന്ന വോൾട്ടേജ് എവിടെ വരും? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും. പക്ഷെ അപ്പോഴും സെലറിന്റെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. പവർ സപ്ലൈയുടെ വോൾട്ടേജ് എത്ര കൂടിയാലും സെലറിന്റെ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, VZ തന്നെ വരും. ഇനി അധികമുള്ള വോൾട്ടേജ്, അതായത് പവർ സപ്ലൈയുടെ വോൾട്ടേജ് ഇപ്പോൾ VA ആണ്, സെലറിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, അതായത് സെലർ വോൾട്ടേജ് VZ ആണ്. ഓക്കെ, ഈ VA എന്ന് പറയുന്ന VZ-നേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ അധികം വരുന്ന വോൾട്ടേജ് എവിടെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വോൾട്ടേജ് വിൽ കം അക്രോസ് ദിസ് റെസിസ്റ്റർ. ആ അധികമുള്ള വോൾട്ടേജ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും. അത് എത്ര ആയിരിക്കും? പവർ സപ്ലൈയുടെ വോൾട്ടേജ് VA, ഓക്കെ, സെലറിന്റെ വോൾട്ടേജ് VZ. അപ്പോൾ അധികം വരുന്ന വോൾട്ടേജ് എത്രയാണ്? VI മൈനസ് VZ. VI മൈനസ് VZ. ഓക്കെ, VI മൈനസ് VZ ഈ റെസിസ്റ്റർ RSന് അക്രോസ് ആയിട്ട് വരും. ഓക്കെ, പക്ഷേ അപ്പോഴും സെലറിന്റെ വോൾട്ടേജ് എത്ര ആയിരിക്കും? ഈ പവർ സപ്ലൈയുടെ വോൾട്ടേജ് എത്ര കൂടിയാലും സെലറിന്റെ വോൾട്ടേജ് VZ തന്നെ ആയിരിക്കും. ഓക്കെ, ഈ VZ തന്നെയാണ് ഈ ലോഡിന് കിട്ടുന്ന വോൾട്ടേജ്. ഓക്കെ, കാരണം ഇത് പാരലൽ കണക്ഷൻ ആണ്. ഓക്കെ, പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ 4 വോൾട്ടേജ് ഉണ്ടെങ്കിൽ ലോഡിന് വരുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. സെലറിന് അക്രോസ് ആയിട്ട് VZ ആണെങ്കിൽ ലോഡിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്താണ്? VZ തന്നെയാണ്. സെലറിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് VZ ആണെങ്കിൽ ലോഡിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് VZ ആയിരിക്കും. കാരണം രണ്ടും തമ്മിൽ പാരലലി കണക്റ്റഡ് ആണ്. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് എത്ര കൂടിയാലും 5, 6, 7, 8 ആയാലും സെലറിന്റെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യത്തില്ല. അത് എപ്പോഴും VZ ആയിരിക്കും. അപ്പോൾ ലോഡിന് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതും ചേഞ്ച് ചെയ്യത്തില്ല. അത് എപ്പോഴും എന്തായിരിക്കും? VZ ആയിരിക്കും. ഇനി അധികം വരുന്ന വോൾട്ടേജ് എവിടെ വരും? ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും. VI മൈനസ് VZ ആയിരിക്കും റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ സെലറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് VZ ആയിരിക്കും. അപ്പോൾ ഈ ലോഡിന് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് VZ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്ര ആയിരിക്കും? ഈ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്ര ആയിരിക്കും? ഈ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് IS ഈസ് ഈക്വൽ ടു കറണ്ട്. അതായത് ഈ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് RS എന്ന റെസിസ്റ്റർ ആണ് ഇവിടെ ഉള്ളത്. RS എന്ന റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് IS ആണ്. ആ IS കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. ഇവിടുത്തെ വോൾട്ടേജ് എത്ര?
ഈ റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് എത്ര? വി ഐ മൈനസ് വി സെറ്റ്. വി ഐ എന്ന് പറഞ്ഞാൽ പവർ സപ്ലൈയുടെ വോൾട്ടേജ്, വി സെറ്റ് എന്ന് പറഞ്ഞാൽ സെനറിന്റെ വോൾട്ടേജ്. ഇവിടെ വരുന്ന വോൾട്ടേജ് വി ഐ ആണ്, ഇവിടെ എത്തിയത് വി സെറ്റ് ആണ്. ബാക്കി വരുന്ന വോൾട്ടേജ് എത്രയാണ്? വി ഐ മൈനസ് വി സെറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? ആർ എസ്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കറണ്ട് ഐ എസ് ഈസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സെറ്റ് ഡിവൈഡ് ബൈ ആർ എസ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ്. ഓക്കെ, ഇൻപുട്ടിലെ വോൾട്ടേജ് വേരി ചെയ്താലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ സെനർ ഡയോഡ് ഇവിടെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇൻപുട്ട് എത്ര കൂടിയാലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിന് സെനറിനെ പ്രാപ്തമാക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ബ്രേക്ക് ഡൗൺ എത്തിക്കഴിഞ്ഞാൽ, ബ്രേക്ക് ഡൗൺ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെനർ വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സെനർ വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ പവർ സപ്ലൈ വോൾട്ടേജ് വി ഐ എന്ന് വെച്ചാൽ, വി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. സെനറിന്റെ വോൾട്ടേജ് എത്രയാണ്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്രയാണ്? വി സെറ്റ്. ഓക്കെ, ഈ വി ഐ എന്ന് പറഞ്ഞാൽ വി സെറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. വി ഐ എത്ര കൂടിയാലും സെനറിന്റെ വോൾട്ടേജ് എത്ര ആയിരിക്കും? വി സെറ്റ് തന്നെയായിരിക്കും. അത് മാറത്തില്ല, ഒരിക്കലും മാറത്തില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ ഈ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെനർ ഡയോഡിന് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുക. പാരൽ കണക്ഷൻ ആയതുകൊണ്ട് സെനർ വോൾട്ടേജ് വി സെറ്റ് ആണെങ്കിൽ ലോഡിന് കിട്ടുന്നത് എന്തായിരിക്കും? വി സെറ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ലോഡിന് കിട്ടുന്ന വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും, അത് മാറത്തില്ല. വി ഐ മാറും, എപ്പോഴും വി ഐ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ലോഡിന് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? വി സെറ്റ് ആയിരിക്കും, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അധികം വരുന്ന വോൾട്ടേജ് എവിടെ പോകും? ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ആണ്, സെനർ വോൾട്ടേജ് വി സെറ്റ് ആണ്. അധികം വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി ഐ മൈനസ് വി സെറ്റ്. അത് ഈ സീരീസ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും. അപ്പോൾ സീരീസ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി ഐ മൈനസ് വി സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി ഐ മൈനസ് വി സെറ്റ്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ എസ്. അപ്പോൾ ഐ എസ് എന്ന് പറഞ്ഞാൽ വി ഐ മൈനസ് വി സെറ്റ് ഡിവൈഡ് ബൈ ആർ എസ്. ഓക്കെ.